നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് സമൂഹശാസ്ത്രം, കുടുംബം, സാമൂഹീകരണം, കറണ്ട് ഫാക്ട്സ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. സമൂഹശാസ്ത്രം മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹിക വശങ്ങളെക്കുറിച്ച് നടത്തുന്ന ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി. മനുഷ്യനും അവൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം. മനുഷ്യൻ തൻ്റെ ചുറ്റുപാടുകളുമായി ഇന്നലകളിലും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം എന്നത് പ്രധാന ആശയമായി വരുന്നത് സമൂഹ പഠനത്തിൽ ആണ് അല്ലെങ്കിൽ സോഷ്യോളജിയിലാണ്. സമൂഹശാസ്ത്രം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് സാമൂഹിക ഭൗതിക ശാസ്ത്രം സോഷ്യൽ ഫിസിക്സ് എന്നാണ്. സമൂഹശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തിന് വഴിയൊരുക്കിയ വിപ്ലവങ്ങളാണ് ജ്ഞാനോദയം അഥവാ ശാസ്ത്ര വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, വ്യാവസായിക വിപ്ലവം. സമൂഹശാസ്ത്രം ഉത്ഭവിച്ച നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട്. 19-ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് വിപ്ലവയുഗം, ഏജ് ഓഫ് റെവല്യൂഷൻസ് എന്നാണ്. സമൂഹശാസ്ത്രം ഉത്ഭവിച്ച പ്രദേശം പടിഞ്ഞാറൻ യൂറോപ്പാണ്. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ഓഗസ്റ്റ് കോംതെ. സമൂഹശാസ്ത്ര പഠനത്തിന് അടിത്തറ പാകിയത് ഫ്രഞ്ചുകാരനായ ഓഗസ്റ്റ് കോംതെയുടെ ചിന്തകളാണ്. ആദ്യകാല സമൂഹശാസ്ത്ര ചിന്തകർ ഓഗസ്റ്റ് കോംതെ, ഹെർബർട്ട് സ്പെൻസർ, കാൾ മാർക്സ്, എമൈൽ ദുർഖീം, മാക്സ് വെബർ. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം സമൂഹത്തിൻ്റെ പഠനത്തിന് ഉപയോഗിച്ച ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ. ജീവശാസ്ത്രപരമായ പരിണാമം പോലെ തന്നെ മനുഷ്യ സമൂഹവും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചേർന്നതെന്ന് വ്യക്തമാക്കിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ. ഇന്ത്യയിൽ സമൂഹശാസ്ത്ര പഠനം ആരംഭിച്ച നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച സർവകലാശാല ബോംബെ സർവകലാശാല. ഇന്ത്യയിൽ സമൂഹശാസ്ത്ര പഠനത്തിന് പ്രധാന സംഭാവനകൾ നൽകിയവർ GS ഖുരെ, AR ദേശായി, SE ദുബെ, MN ശ്രീനിവാസ്, DP മുഖർജി. സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ ആവശ്യകത. സമൂഹത്തെക്കുറിച്ച് ശരിയായ ധാരണ രൂപീകരിക്കുന്നതിനും സ്വന്തം സമൂഹത്തെയും മറ്റുള്ളവരുടെ സമൂഹത്തെയും വസ്തുനിഷ്ഠമായി അറിയാനും സഹായിക്കുന്നു. വ്യക്തിയും സാമൂഹിക സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുന്നതിനും പരിഹാരങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്നു. സാമൂഹിക അവസ്ഥകളെ കാര്യകാരണ കോസ് എഫക്റ്റ് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപഗ്രഥിക്കാൻ സഹായിക്കുന്നു. സാമൂഹികാസൂത്രണത്തിനും വികസനത്തിനും പ്രയോജനപ്പെടുന്നു. സമൂഹശാസ്ത്രത്തിൻ്റെ ഭാഗമായ അന്വേഷണങ്ങളുടെ പ്രത്യേകതയാണ് വസ്തുനിഷ്ഠവും ശാസ്ത്രീയമായ വിവരശേഖരണം. സമൂഹശാസ്ത്ര പഠനത്തിൽ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശമായി തീർന്നവർ പിന്നാക്ക വിഭാഗക്കാർ, ചൂഷിതർ, വിവേചനത്തിനും പീഡനത്തിനും വിധേയരാകുന്നവർ. സമൂഹശാസ്ത്രത്തിന് പ്രയോഗസാധ്യതയുള്ള മേഖലകളാണ് വാണിജ്യം, നഗരാസൂത്രണം, സാമൂഹിക ക്ഷേമം, പരസ്യം, വാർത്താവിനിമയം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. സമൂഹശാസ്ത്ര പഠനത്തിൽ വിശകലന വിധേയമാകുന്ന പ്രധാന മേഖലകൾ സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക സംഘങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹീകരണം, സാമൂഹിക നിയന്ത്രണം, സമുദായങ്ങൾ, സാമൂഹിക മാറ്റം, സാമൂഹിക പ്രശ്നങ്ങൾ. സർഗരചനയും സമൂഹശാസ്ത്രവും. സർഗരചനയുടെ ലക്ഷ്യം ആസ്വാദനമാണ്. സാഹിത്യകാരന്മാർ സർഗരചനയ്ക്ക് ആധാരമാക്കുന്ന ഘടകങ്ങളാണ് ഭാവന, ഇമാജിനേഷൻ, സർഗാത്മകത, ക്രിയേറ്റിവിറ്റി. സർഗരചന ഭാവന, ഇമാജിനേഷൻ, സർഗാത്മകത, ക്രിയേറ്റിവിറ്റി എന്നിവ ഉപയോഗിച്ച് രചന നടത്തുന്നു. സാമൂഹിക സംഭാവനകളെ സൗന്ദര്യാത്മക തലങ്ങളിൽ ആവിഷ്കരിക്കുന്നു. സർഗരചന ആസ്വാദനം ലക്ഷ്യം വയ്ക്കുന്നു. സമൂഹശാസ്ത്ര പഠനം സാമൂഹിക പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു. സാമൂഹിക അവസ്ഥകളെ കാര്യകാരണ കോസ് എഫക്റ്റ് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപഗ്രഥിക്കുന്നു. സമൂഹത്തെ വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കുന്നു. സമൂഹശാസ്ത്രത്തിലെ വിവിധ പഠനരീതികൾ. സമൂഹശാസ്ത്രത്തിലെ വിവിധ പഠനരീതികളെ 4 തരംതിരിക്കാം. സോഷ്യൽ സർവേ,
അഭിമുഖം, കേസ് സ്റ്റഡി, നിരീക്ഷണം. ഇതിൽ സോഷ്യൽ സർവേ രണ്ടായി തരംതിരിക്കുന്നു: സാമ്പിൾ സർവേ, ചോദ്യാവലി. നിരീക്ഷണത്തെ രണ്ടായി തരംതിരിക്കുന്നു: പങ്കാളിത്ത നിരീക്ഷണം, പങ്കാളിത്ത രഹിത നിരീക്ഷണം. സോഷ്യൽ സർവേ രാജ്യത്തെ മൊത്തം ജനങ്ങളെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്ന സർവേയാണ് സെൻസസ്. സെൻസസ് നടക്കുന്നത് 10 വർഷത്തിലൊരിക്കലാണ്. സാമൂഹിക വിഷയങ്ങൾ പഠിക്കാൻ അനുയോജ്യമായ രീതിയാണ് സർവേ രീതി. തിരഞ്ഞെടുത്ത ഒരു സംഘം ജനങ്ങളിൽ നിന്നും ശേഖരിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠന വിഷയത്തെക്കുറിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് രൂപീകരിക്കാനും വലിയൊരു വിഭാഗം ജനങ്ങളിൽ നിന്നും വിവരം ശേഖരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന പഠന രീതിയാണ് സർവേ രീതി. സർവേ നടത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് സോഷ്യൽ മീഡിയ, ടെലിഫോൺ. സമൂഹശാസ്ത്ര പഠനത്തിൽ പലപ്പോഴും പ്രായോഗികമല്ലാത്ത രീതിയാണ് സെൻസസ്. പഠന വിധേയമാക്കേണ്ട മൊത്തം വ്യക്തികളിൽ നിന്ന് വിവരം ശേഖരിക്കുക പ്രായോഗികമല്ല. അവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന നിശ്ചിത എണ്ണം ആളുകളിൽ നിന്നും വിവര ശേഖരണം നടത്തുന്ന രീതിയാണ് സാമ്പിൾ സർവേ. സാമൂഹിക സർവേയിൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് ചോദ്യാവലിയാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറാണ്. വിവരശേഖരണത്തിനായി ഗവേഷകർ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളുടെ പട്ടികയാണ് ചോദ്യാവലി. ചോദ്യാവലിയെ ഉപയോഗിച്ച് പഠന വിധേയമാക്കുന്ന സംഘം അറിയപ്പെടുന്നത് പ്രതികർത്താക്കൾ അല്ലെങ്കിൽ റെസ്പോണ്ടൻസ് എന്നാണ്. അഭിമുഖം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ. സമൂഹശാസ്ത്രത്തിൽ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രീതിയാണ് അഭിമുഖം. വാമൊഴിയായി വിവരം ശേഖരിക്കുന്ന രീതിയാണ് അഭിമുഖം. ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണമാണ് അഭിമുഖം. വ്യക്തിയുടെ മനോഭാവം, കാഴ്ചപ്പാട്, വിശ്വാസം, ജീവിതചര്യ തുടങ്ങിയവ സൂക്ഷ്മതലങ്ങളിൽ വിശകലനം നടത്തുന്നത് അഭിമുഖത്തിലൂടെയാണ്. നിരീക്ഷണം അല്ലെങ്കിൽ ഒബ്സർവേഷൻ. സമൂഹശാസ്ത്ര പഠനത്തിലെ അടിസ്ഥാന രീതിയാണ് നിരീക്ഷണം. കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം. അഭിമുഖം പോലുള്ള രീതികൾ പ്രായോഗികമല്ലാത്ത സന്ദർഭങ്ങളിൽ സമൂഹശാസ്ത്ര പഠനത്തിന് അനുയോജ്യമായ രീതിയാണ് നിരീക്ഷണം. സമൂഹശാസ്ത്രത്തിൽ വളരെ പ്രചാരത്തിലുള്ള സമൂഹ പഠന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. നിരീക്ഷകൻ പഠനമേഖലയിൽ നിന്ന് നേരിട്ട് വിവരം ശേഖരിക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം അല്ലെങ്കിൽ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ആദിമ സമൂഹങ്ങളുടെ പഠനത്തിനായി നരവംശശാസ്ത്രത്തിൽ ആന്ത്രോപോളജി ഉപയോഗിച്ച രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. സമൂഹശാസ്ത്രജ്ഞൻ പഠനവിധേയമാക്കുന്ന സംഘത്തിൽ താമസിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. പങ്കാളിത്ത നിരീക്ഷണത്തിൻ്റെ മറ്റൊരു പേര് ഫീൽഡ് വർക്ക് എന്നാണ്. സമൂഹശാസ്ത്രജ്ഞൻ പഠനസംഘത്തിൽ താമസിക്കാതെ പകരം പുറത്തു വന്ന് നിരീക്ഷണം നടത്തുന്ന രീതിയാണ് പങ്കാളിത്ത രഹിത നിരീക്ഷണം, നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. കേസ് സ്റ്റഡി. അപൂർവവും വേറിട്ടതുമായ സാമൂഹിക പ്രതിഭാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുന്ന സമൂഹശാസ്ത്ര പഠന രീതിയാണ് കേസ് സ്റ്റഡി. സൂക്ഷ്മവും സമഗ്രവുമായ പഠന രീതി ഉപയോഗിച്ച് പഠനവിധേയമാക്കുന്ന വിഷയങ്ങൾ അറിയപ്പെടുന്നതാണ് കേസ്. കേസിനെക്കുറിച്ചുള്ള വിശദമായ പഠനം അറിയപ്പെടുന്നത് കേസ് സ്റ്റഡി എന്നാണ്. വിവിധ സമൂഹശാസ്ത്ര ശാഖകൾ. സാമ്പത്തിക വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനം സാമ്പത്തിക ശാസ്ത്രം. കഴിഞ്ഞ കാലത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള പഠനം ചരിത്രം. രാഷ്ട്രത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചുമുള്ള പഠനം രാഷ്ട്രതന്ത്രശാസ്ത്രം. മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനം നരവംശശാസ്ത്രം. മനുഷ്യ മനസ്സിനെക്കുറിച്ചും മാനസികാവസ്ഥകളെക്കുറിച്ചുമുള്ള പഠനം മനഃശാസ്ത്രം. വിവരശേഖരണ രീതിയെ അടിസ്ഥാനമാക്കി നിരീക്ഷണത്തെ എങ്ങനെ തരംതിരിക്കാം? പങ്കാളിത്ത നിരീക്ഷണം, പങ്കാളിത്ത രഹിത നിരീക്ഷണം. സാമ്പിൾ സർവേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തിരഞ്ഞെടുക്കുന്ന നിശ്ചിത എണ്ണം ആളുകളിൽ നിന്നും വിവരശേഖരണം നടത്തി പഠനം നടത്തുന്ന രീതി. സമൂഹശാസ്ത്ര പഠന രീതികൾ ഏതെല്ലാമെന്ന് എഴുതുക. സോഷ്യൽ സർവേ, അഭിമുഖം, നിരീക്ഷണം, കേസ് സ്റ്റഡി. സമൂഹശാസ്ത്ര പഠനത്തിന് അടിത്തറ പാകിയ വ്യക്തിയാണ് ഓഗസ്റ്റ് കോൺതെ. പരിണാമ സിദ്ധാന്തത്തെ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ വ്യക്തി ഹെർബർട്ട് സ്പെൻസർ. വ്യാവസായിക വിപ്ലവം പോലെ സമൂഹശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ മറ്റു 2 വിപ്ലവങ്ങൾ ഏതൊക്കെ? ജ്ഞാനോദയം അഥവാ ശാസ്ത്ര വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം. സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ: സ്വന്തം സമൂഹത്തെയും മറ്റുള്ളവരുടെ സമൂഹത്തെയും വസ്തുനിഷ്ഠമായി അറിയാൻ സഹായിക്കുന്നു. വ്യക്തിയും
സാമൂഹ്യ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നു. സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നു. സാമൂഹികാസൂത്രണത്തിനും വികസനത്തിനും പ്രയോജനപ്പെടുത്തുന്നു. സമൂഹത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ രൂപീകരിക്കാൻ സഹായിക്കുന്നു. പിന്നാക്ക വിഭാഗങ്ങൾ, ചൂഷിതർ, വിവേചനത്തിനും പീഡനത്തിനും വിധേയരാകുന്നവർ എന്നിവരെക്കുറിച്ചുള്ള പഠനങ്ങൾ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശനമായി തീരുന്നു. സാമൂഹീകരണം, സോഷ്യലൈസേഷൻ. വ്യക്തിയും സമൂഹവും പരസ്പര പൂരകങ്ങളാണ്. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് അഭിപ്രായപ്പെട്ടത് ഓക്ബേൺ ആണ്. ജനന സമയത്ത് ഒരു ശിശുവിന് സമൂഹത്തെക്കുറിച്ചോ സാമൂഹിക സ്വഭാവത്തെക്കുറിച്ചോ യാതൊന്നും അറിയില്ല. എന്നാൽ വളർന്നു വരുമ്പോൾ ഭൗതിക ലോകത്തെക്കുറിച്ചും പെരുമാറ്റ രീതി എന്നിവയെക്കുറിച്ചെല്ലാം കുട്ടി മനസ്സിലാക്കുന്നു. നിസ്സഹായനായ ഒരു ശിശു ക്രമേണ സ്വയം ബോധവാനും അറിവുള്ള വ്യക്തിയും ജനിച്ചു വളർന്ന സംസ്കാരത്തിൻ്റെ രീതികളിൽ നിപുണനായി തീരുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. സാമൂഹീകരണം ഒരു ആജീവനാന്ത പ്രക്രിയയാണെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയകൾ നടക്കുന്നത് ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിലാണ്, അഥവാ പ്രാഥമിക സാമൂഹീകരണ ഘട്ടത്തിലാണ്. ദ്വിതീയ സാമൂഹീകരണം ഒരു വ്യക്തിയുടെ ജീവിതാവസാനം വരെ നീളുന്നു. സാമൂഹീകരണം ഒരു വ്യക്തിയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും എല്ലാ സ്വാധീനങ്ങളെയും കുട്ടി നിരുപാധികമായി സ്വീകരിക്കുന്ന ഒരു സാംസ്കാരിക നടപടിക്രമമല്ല സാമൂഹീകരണം അല്ലെങ്കിൽ കൾച്ചറൽ പ്രോഗ്രാമിംഗ്. പദവി, പങ്ക്, സാമൂഹിക നിയന്ത്രണം, സംഘങ്ങൾ, സാമൂഹിക ശ്രേണീകരണം, സംസ്കാരം, വഴക്കങ്ങൾ, മൂല്യങ്ങൾ മുതലായ സങ്കല്പങ്ങളെല്ലാം സാമൂഹീകരണ പ്രക്രിയയെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. സാമൂഹീകരണത്തിൻ്റെ നിർവാഹകർ, ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. ഒരു കുട്ടിയെ സാമൂഹീകരിക്കുന്ന ധാരാളം ഏജൻസികളും സ്ഥാപനങ്ങളുമുണ്ട്. കുടുംബം, വിദ്യാലയം, സഹസംഘം, അയൽപ്പക്കം, തൊഴിൽ സംഘം, സാമൂഹിക വർഗം, ജാതി, പ്രദേശം, മതം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. കുടുംബം. സാമൂഹ്യ സംഘത്തിന് ഉദാഹരണമാണ് കുടുംബം അല്ലെങ്കിൽ ഫാമിലി. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. പ്രാഥമിക സാമൂഹിക സ്ഥാപനം എന്നറിയപ്പെടുന്നത് കുടുംബമാണ്. വ്യക്തികൾ, കുടുംബങ്ങൾ, സമുദായം, സമൂഹം. സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. കേരളത്തിലെ ചില സമുദായങ്ങൾ നിലനിന്നിരുന്ന കൂട്ടുകുടുംബ സമ്പ്രദായത്തിലെ മാറ്റങ്ങൾ ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്ന MD വാസുദേവൻ നായരുടെ കൃതിയാണ് നാലുകെട്ട്. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണി അമ്മ, അമ്മമ്മ പാറുക്കുട്ടിയമ്മ, അമ്മമ്മയുടെ അമ്മയോ, ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലിപ്പം എന്ന വരികൾ ഉൾക്കൊള്ളുന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാണ് എന്നിലൂടെ. കൂട്ടുകുടുംബത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന റോബിൻ ജെഫ്രിയുടെ കൃതിയാണ് നായർ മേധാവിത്വത്തിൻ്റെ പതനം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ്. സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ്. കുടുംബത്തിൽ നിന്നും സ്വായത്തമാക്കുന്ന കാര്യങ്ങളാണ് അച്ചടക്കം, സഹകരണം, കൃത്യനിഷ്ഠ, സ്നേഹം, വിശ്വാസം, ശുചിത്വം, സത്യസന്ധത, ബഹുമാനം എന്നിവ. കുടുംബത്തിൽ അംഗമാകുന്ന വിവിധ രീതികളാണ് രക്തബന്ധത്തിലൂടെ, വിവാഹത്തിലൂടെ, ദത്തെടുക്കലിലൂടെ. വിവിധതരം കുടുംബങ്ങൾ. കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം അറിയപ്പെടുന്ന അണുകുടുംബം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി എന്നാണ്. ഒന്നിൽ കൂടുതൽ അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ അറിയപ്പെടുന്ന വിസ്തൃത കുടുംബം, എക്സ്റ്റെൻഡഡ് ഫാമിലി. മൂന്നിൽ കൂടുതൽ തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്ന കുടുംബം അറിയപ്പെടുന്നത് കൂട്ടുകുടുംബം, ജോയിൻറ്റ് ഫാമിലി എന്നാണ്. കുടുംബത്തിൻ്റെ സവിശേഷതകൾ. ദേശഭാഷകൾക്ക് അതീതം, പരിമിതമായ വലിപ്പം, വൈകാരിക ബന്ധങ്ങൾ, ഉത്തരവാദിത്വ ബോധം. കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ. വ്യക്തിയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു, സ്നേഹം, വാത്സല്യം എന്നിവ നൽകുന്നു. പെരുമാറ്റശീലങ്ങൾ അംഗങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുന്നു. കുടുംബാംഗങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഘടകങ്ങളാണ് വാത്സല്യം, സ്നേഹം, പരസ്പര ബഹുമാനം, സംരക്ഷണം എന്നിവ. കുടുംബത്തിൻ്റെ സവിശേഷതകൾ. സാർവലൗകികത, യൂണിവേഴ്സാലിറ്റി,
വൈകാരിക ബന്ധം, പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്വ ബോധം എന്നിവയാണ് കുടുംബത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് അഭിപ്രായപ്പെട്ടത് ഓക്ബേളാണ്. കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന ഗുണങ്ങളാണ് അച്ചടക്കം, ഡിസിപ്ലിൻ, മര്യാദ, മാനേഴ്സ്, പങ്കുവയ്ക്കൽ, ഷെയറിംഗ്. സമപ്രായക്കാരുടെ സംഘം, പിയർ ഗ്രൂപ്പ്. എഴുതപ്പെട്ട നിയമാവലിയോ ഭരണഘടനയോ ഇല്ലാത്ത സംഘങ്ങൾക്ക് ഉദാഹരണമാണ് സമപ്രായക്കാരുടെ സംഘം. സംഘബോധം ഉണ്ടാക്കാനും ജയപരാജയങ്ങൾ അംഗീകരിക്കാനും പ്രചോദനം ഉൾക്കൊണ്ട് മുന്നേറാനും നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനും പഠിക്കേണ്ടത് സമപ്രായക്കാരിൽ നിന്നാണ്. സാമൂഹീകരണത്തിൻ്റെ മറ്റൊരു നിർവാഹക ഘടകമാണ് സമസംഘം. സമസംഘങ്ങൾ എന്ന പദത്തിൻ്റെ അർത്ഥം തുല്യർ എന്നാണ്. കുട്ടികളുടെ സമപ്രായക്കാരായ സുഹൃത്ത് സംഘങ്ങളാണ് സമസംഘങ്ങൾ. ചില സംസ്കാരങ്ങൾ, പ്രത്യേകിച്ച് പരമ്പരാഗത ചെറു സമൂഹങ്ങളിൽ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് സമസംഘം രൂപപ്പെടുന്നത്. സമുദായം അല്ലെങ്കിൽ സമാജം. വ്യക്തിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന സാമൂഹ്യ സംഘങ്ങളാണ് സമുദായം, സമാജം എന്നിവ. ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘം അറിയപ്പെടുന്നത് സമുദായം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്നാണ്. സമുദായത്തിന് പ്രത്യേകതകളാണ് നിശ്ചിത പ്രദേശത്തെ താമസം, കൂട്ടായ പ്രവർത്തനങ്ങൾ, സുദൃഢമായ ബന്ധങ്ങൾ, സമാനമായ സാംസ്കാരിക മൂല്യങ്ങൾ. വ്യക്തികളിൽ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുനന്മയ്ക്ക് വേണ്ടി രൂപം കൊള്ളുന്നതാണ് സമാജങ്ങൾ അല്ലെങ്കിൽ അസോസിയേഷനുകൾ. സമാജങ്ങൾക്ക് ഉദാഹരണം റെസിഡൻസ് അസോസിയേഷനുകൾ, തൊഴിലാളി സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം എന്ന് അഭിപ്രായപ്പെട്ട ചിന്തകൾ ആണ് ബോർഗാഡസ്. വ്യക്തികളുടെ ക്രിയാത്മക ഇടപെടലുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കുടുംബം, അയൽപ്പക്കം, വിദ്യാലയം, സമാജങ്ങൾ എന്നിവ. വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ സ്കൂൾസ്. ഒരു നിശ്ചിതമായ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഔപചാരിക പ്രക്രിയയാണ് വിദ്യാലയങ്ങളിലെ പഠനം. സ്കൂളുകൾ എല്ലാ അർത്ഥത്തിലും സാമൂഹീകരണത്തിൻ്റെ ഏജൻസി കൂടിയാണ്. സ്കൂളുകളിൽ ഔപചാരിക പഠന പദ്ധതിയോടൊപ്പം കുട്ടികളുടെ പഠനത്തെ രൂപപ്പെടുത്തുന്ന മറഞ്ഞിരിക്കുന്ന പാഠ്യപദ്ധതി, ഹിഡൻ കരിക്കുലം ഉണ്ടെന്ന് സമൂഹശാസ്ത്രജ്ഞർ പറയുന്നു. സാമൂഹ്യ സംഘം അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്. നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും ചില ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒത്തുചേരുന്ന സംഘം അറിയപ്പെടുന്നത് സാമൂഹ്യ സംഘം എന്നാണ്. വ്യക്തികളുടെ പെരുമാറ്റത്തിലും ചിന്തകളിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സാമൂഹ്യ സംഘങ്ങളാണ്. സാമൂഹ്യ സംഘങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ: കൂട്ടായ്മ വളർത്തുന്നു, പെരുമാറ്റശീലങ്ങൾ പരിശീലിപ്പിക്കുന്നു, സഹവർത്തിത്വം വളർത്തുന്നു, സാമൂഹ്യ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നു, പരസ്പര സഹകരണം ഉറപ്പുവരുത്തുന്നു. സാമൂഹ്യ സംഘങ്ങളെ തരംതിരിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന ഘടകങ്ങളാണ് അംഗബലം, അംഗങ്ങളുടെ പരസ്പര ബന്ധം, പ്രവർത്തന മാർഗങ്ങൾ, നിർവഹണ മാർഗങ്ങൾ എന്നിവ. സാമൂഹ്യ സംഘങ്ങളെ രണ്ടായി തരംതിരിക്കാം. പ്രാഥമിക സംഘം പ്രൈമറി ഗ്രൂപ്പ്, ദ്വിതീയ സംഘം സെക്കൻഡറി ഗ്രൂപ്പ്. അടുത്ത ബന്ധം വച്ചു പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നവരുമായ മനുഷ്യരുടെ ചെറു സംഘമാണ് പ്രാഥമിക സംഘം. പ്രാഥമിക സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം അംഗങ്ങളുടെ ക്ഷേമമാണ്. ഉദാഹരണം കുടുംബം. അംഗങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കുകയും അംഗങ്ങൾക്കിടയിൽ ഔപചാരിക ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന സംഘമാണ് ദ്വിതീയ സംഘം. ദ്വിതീയ സംഘങ്ങളിലെ അംഗത്വത്തിൻ്റെ അടിസ്ഥാനം ആണ് വ്യക്തിപരമായ പ്രയോജനം. ദ്വിതീയ സംഘങ്ങൾക്ക് ഉദാഹരണം ക്ലബ്ബുകൾ, ടീമുകൾ എന്നിവയാണ്. പ്രാഥമിക മൂല്യങ്ങൾ വളർത്താൻ സഹായിക്കുന്ന സംഘടനകളാണ് മതസംഘടനകൾ. കായിക താൽപ്പര്യം വളർത്തൽ, മത്സരങ്ങൾ സംഘടിപ്പിക്കൽ എന്നിവയ്ക്ക് സഹായിക്കുന്ന സാമൂഹ്യ സംഘമാണ് സ്പോർട്സ് ക്ലബ്ബ്. വ്യക്തിബന്ധങ്ങളുടെ ജാലിക നിലനിൽക്കുന്ന വലിയ സംഘം അറിയപ്പെടുന്നത് സമൂഹം എന്നാണ്. ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ സംഘങ്ങൾക്ക് ഉദാഹരണമാണ് ക്ലബ്ബുകൾ, സന്നദ്ധ സേവാ സംഘങ്ങൾ. പരസ്പരം അറിയാതെയും ആശയവിനിമയം നടത്താതെയും ഒരിടത്ത് നിലകൊള്ളുന്ന ആളുകളുടെ കൂട്ടം അറിയപ്പെടുന്നത് സാമൂഹിക സഞ്ചയം അല്ലെങ്കിൽ സോഷ്യൽ അഗ്രിഗേറ്റ് എന്നാണ്. സാമൂഹിക സഞ്ചയം, സോഷ്യൽ അഗ്രിഗേറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അർത്ഥസംഘങ്ങൾ അല്ലെങ്കിൽ കോസി ഗ്രൂപ്പ്സ്. ഗോത്ര സമൂഹം.
ഒരു പ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ഒരേ സംസ്കാരവുമുള്ള ജനവിഭാഗമാണ് ഗോത്ര സമൂഹം. 1976 ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളുടെ എണ്ണം 35 എണ്ണമാണ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഗോത്ര സംഘങ്ങൾ പണിയർ, കുറിച്യർ, അടിയാൻ, കാടർ എന്നിവരാണ്. പല ജില്ലകളിലായി ചിതറിക്കിടക്കുന്ന ഗോത്ര സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്രം പണിയറാണ്. ഗോത്ര സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ: തനത് കലാരൂപങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വനവിഭവങ്ങൾ ശേഖരിക്കൽ, കുലത്തൊഴിൽ. ഗോത്ര സമൂഹം ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ് ഊര്. ഊരിൻ്റെ നേതാവ് ഊരുമൂപ്പൻ. കേരളത്തിലെ മലയ സമൂഹം ഉപയോഗിക്കുന്ന പദങ്ങൾ: വേണ്ടിയാർ ഭാര്യ, ബേത്താർ ഭർത്താവ്, അപ്പൻ അച്ഛൻ, പേപ്പൻ അപ്പൂപ്പൻ, ചാട്ടൻ ജ്യേഷ്ഠൻ, ആച്ചി ചേച്ചി, മോളാര് മകൾ, മോനാര് മകൻ. സാമൂഹിക നിയന്ത്രണം സോഷ്യൽ കൺട്രോൾ. സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനും ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളും ഇടപെടലുകളുമാണ് സാമൂഹിക നിയന്ത്രണം. പെരുമാറ്റ നിയന്ത്രണത്തിനും സാമൂഹീകരണത്തിനും വേണ്ടി സമൂഹം രൂപീകരിക്കുന്ന സ്ഥാപനങ്ങളാണ് സാമൂഹ്യ സ്ഥാപനങ്ങൾ. സാമൂഹ്യ നിയന്ത്രണം 2 തരത്തിലാണ്: അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം, ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ 3 ഘടകങ്ങളുണ്ട്: കുടുംബം, മതം, സമപ്രായക്കാർ. ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ പോലീസ്, പട്ടാളം, കോടതി, ജയിൽ എന്നിവ ഉൾപ്പെടുന്നു. സാമൂഹ്യ നിയന്ത്രണം നടത്തുന്ന സാമൂഹ്യ സ്ഥാപനങ്ങളാണ് കുടുംബം, മതം, വിദ്യാലയം, സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ. സാമൂഹ്യ നിയന്ത്രണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളാണ് ഭരണഘടന, നിയമ സംഹിത, വിദ്യാഭ്യാസ, ഔദ്യോഗിക സ്ഥാപനങ്ങൾ എന്നിവ. പരിഷ്കൃത സമൂഹങ്ങൾ സാമൂഹ്യ നിയന്ത്രണത്തിന് സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം, ഫോർമൽ സോഷ്യൽ കൺട്രോൾ. സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായി നിർവഹിക്കുന്ന സംവിധാനങ്ങളാണ് പോലീസ്, കോടതി, ജയിൽ, പട്ടാളം എന്നിവ. പോലീസ് കണ്ടെത്തുന്ന കുറ്റങ്ങൾ വിചാരണ നടത്തി ശിക്ഷ വിധിക്കുന്നത് കോടതിയാണ്. ശിക്ഷ നടപ്പിൽ വരുത്താൻ സർക്കാർ സ്ഥാപിച്ച ഔദ്യോഗിക സ്ഥാപനമാണ് ജയിൽ. കോടതി വിധി നടപ്പിൽ വരുത്തുന്ന ഉദ്യോഗസ്ഥരാണ് ജയിൽ അധികൃതർ. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസിയാണ് രാഷ്ട്രം. നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് നേട്ടമുണ്ടാക്കുന്നവരെ സമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം ഓരോ വ്യക്തിയിൽ നിന്നും ഉണ്ടാകുവാനാണ്. വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏതാണ്? രാഷ്ട്രമാണ്. സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാകുന്നത്. 2. കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാകുന്നത്. 3. നിയമം, വിദ്യാഭ്യാസം, ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ പ്രധാന മാർഗങ്ങൾ. 4. ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ്. ഉത്തരം പ്രസ്താവന 1, 4. പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാക്കുന്നത്. ഔപചാരിക സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ്. സാമൂഹിക നിയന്ത്രണത്തിന് ആവശ്യമായ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഒരുക്കുന്നതും ഉണ്ടാക്കുന്നതും നടപ്പിൽ വരുത്തുന്നതും രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളാണ്. സമൂഹത്തിൽ സ്വസ്ഥതയും സുരക്ഷിതത്വവും നിലനിർത്താൻ സഹായിക്കുന്നത് അനൗപചാരികവും ഔപചാരികവുമായ സാമൂഹിക നിയന്ത്രണ ഉപാധികളും സംവിധാനങ്ങളും വഴിയാണ്. നിയമമാക്കി രേഖപ്പെടുത്താത്ത സാമൂഹിക നിയന്ത്രണ മാർഗങ്ങളാണ് അനൗപചാരിക സാമൂഹിക നിയന്ത്രണം, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ മാർഗങ്ങളാണ് ആചാരങ്ങൾ, നാട്ടുനടപ്പുകൾ, വിശ്വാസങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവ. സമൂഹത്തിലെ ഭൂരിപക്ഷം അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന മൂല്യങ്ങൾ, വാല്യൂസ്, നാട്ടാചാരങ്ങൾ, ഫോക്ക് വേസ്, സദാചാര വ്യവസ്ഥകൾ, മോഡ്സ്, നിയമങ്ങൾ
ഇവ ലംഘിക്കുന്ന പെരുമാറ്റമാണ് സാമൂഹ്യ വ്യതിയാനം അല്ലെങ്കിൽ സോഷ്യൽ ഡിവിനൻസ്. വൻതോതിൽ സാമൂഹ്യ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ് സാമൂഹ്യ ശിഥിലീകരണം, സോഷ്യൽ ഡിസ്ഓർഗനൈസേഷൻ. നിർവചനങ്ങൾ. അംഗീകൃത പെരുമാറ്റ മാനദണ്ഡങ്ങളോട് പൊരുത്തപ്പെടാൻ സമൂഹം അതിലെ അംഗങ്ങളുടെ മേൽ പ്രയോഗിക്കുന്ന ഉപായങ്ങളുടെ വ്യവസ്ഥയാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് അഭിപ്രായപ്പെട്ടത് E.A. റോസ് ആണ്. ഒരു സമൂഹം അതിലെ അംഗങ്ങൾ അംഗീകൃതമായ പെരുമാറ്റ രീതികൾ പിന്തുടരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിനായി ഉപയോഗിക്കുന്ന നടപടികൾ, നിർദ്ദേശങ്ങൾ, പ്രേരണകൾ, നിയന്ത്രണങ്ങൾ, ശാരീരികമായ ബലപ്രയോഗം ഉൾപ്പെടെയുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ എന്നിവയുടെ സംവിധാനമാണ് സാമൂഹ്യ നിയന്ത്രണം എന്നഭിപ്രായപ്പെട്ടത് ഗില്ലിൻ ആണ്. സാമൂഹിക പ്രശ്നങ്ങൾ. സമൂഹത്തിലെ എല്ലാവരെയും നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് സാമൂഹിക പ്രശ്നങ്ങൾ. വ്യക്തികളുടെ പ്രശ്നമോ പൊതുവായ പ്രശ്നമോ സമൂഹത്തെ ബാധിക്കുകയും ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുന്നതാണ് സാമൂഹിക പ്രശ്നങ്ങൾ. സമൂഹം നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ദാരിദ്ര്യം, പാർപ്പിട പ്രശ്നം, വൃദ്ധജനങ്ങളുടെ അനാഥത്വം, കൗമാര കുറ്റകൃത്യങ്ങൾ, തൊഴിലില്ലായ്മ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. ജീവിതം, ആരോഗ്യം, കാര്യക്ഷമത എന്നിവയ്ക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ ഉപഭോഗ വസ്തുക്കൾ നേടുന്നതിനുള്ള കഴിവില്ലായ്മയാണ് ദാരിദ്ര്യം. പണിയെടുക്കാനുള്ള ശാരീരികവും മാനസികവുമായ കഴിവും അതിനുള്ള പ്രായവും സമ്മതവും ഉണ്ടായിരുന്നിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥയാണ് തൊഴിലില്ലായ്മ. സുരക്ഷിതവും അനുയോജ്യവുമായ വാസസ്ഥലം കരസ്ഥമാക്കാനോ നിലനിർത്താനോ കഴിയാത്ത അവസ്ഥയാണ് പാർപ്പിട പ്രശ്നം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നത് കൗമാര കുറ്റകൃത്യങ്ങൾ എന്നാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അറിയപ്പെടുന്നത് കൗമാര കുറ്റാരോപിതർ, ജുവനൈൽ ഒഫൻഡേഴ്സ് എന്നാണ്. കുട്ടികൾ കുറ്റവാളികളായി തീരാനുള്ള കാരണങ്ങൾ കുടുംബ ബന്ധങ്ങളിലെ ശിഥിലീകരണം, ലഹരിയുടെ ഉപയോഗം, ദൃശ്യമാധ്യമങ്ങളുടെ ദുരുപയോഗം, സാമൂഹിക മൂല്യങ്ങളുടെ തകർച്ച എന്നിവയാണ്. കുട്ടികളുടെ കുറ്റവാസന തടയാൻ ഏറെ സഹായകമാകുന്നത് സ്കൂളുകൾ, പോലീസ് സംവിധാനം, ബോധവൽക്കരണം, പിന്തുണാ സംവിധാനം, സാമൂഹിക പ്രവർത്തനം എന്നിവയാണ്. കൗമാര കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സംവിധാനങ്ങൾ. ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്, കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും വിശകലനം ചെയ്യാനുമുള്ള സംവിധാനം. കൗൺസിലിംഗ് സെൻറ്റർ, കുട്ടികളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കേന്ദ്രം. കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട സംവിധാനമാണ് ജുവനൈൽ കോടതികൾ. ചൈൽഡ് ലൈൻ സ്ഥാപിച്ച വർഷം 1996. ബോംബെ. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി അവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ചൈൽഡ് ലൈൻ. ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസറായ ജീറോ ബില്ലിമോറിയാണ്. കുട്ടികൾക്കെതിരെ സമൂഹത്തിൽ നടക്കുന്ന അനീതികളാണ് ബാലവേല, ഭിക്ഷാടനം, ശൈശവവിവാഹം എന്നിവ. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കൽ, ഒരേ ജോലിക്ക് വ്യത്യസ്ത കൂലി, കഴിവ് തെളിയിക്കാനുള്ള അവസരം നിഷേധിക്കൽ, പൊതുരംഗത്തു നിന്നും മാറ്റി നിർത്തൽ. വൃദ്ധജനങ്ങളുടെ അനാഥത്വത്തിന് കാരണമാകുന്നത് അണുകുടുംബങ്ങളുടെ വർധനവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തേടി നഗരങ്ങളിലേക്കുള്ള താമസം മാറലും. വൃദ്ധജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സ്നേഹമില്ലായ്മ, അംഗീകാരമില്ലായ്മ, ഒറ്റപ്പെടൽ, അനിശ്ചിതത്വ ബോധം, സാമ്പത്തിക പ്രതിസന്ധി, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പിരിമുറുക്കം. ലോക വൃദ്ധദിനം ഒക്ടോബർ 1. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.